ഹലോ. അങ്ങനെ ദേ ഇന്ന് കറിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നത് കാരണം കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഞാൻ ഉള്ളിയും മുളകും മൊരിയിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദേ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചട്ടിയിൽ ആദ്യം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാം. അത് നല്ലോണം ചൂടാക്കി എടുത്തിട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസത്തേക്കൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളി പൊളിച്ചിട്ട് അതെല്ലാം നല്ലോണം ഒന്ന് എണ്ണയിലിട്ട് നല്ലോണം ഒന്നിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുളക്, അത് നമ്മുടെ വറ്റൽമുളകില്ലേ, കടുകൊക്കെ വറുക്കണ ആ വറ്റൽമുളകും കൂടി അങ്ങനെ നല്ലോണം ഇട്ട് നല്ല വാട്ടിയെടുക്കണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളറാവണം. ആ ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം അങ്ങനെ ചട്ടിയിലിട്ട് നല്ലോണം വാട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതേ എണ്ണയിലിട്ട് ആ മുളകും കൂടി ഒന്ന് നല്ലോണം മൊരിയിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ മൊരിയിച്ച് കൊടുത്തിട്ട് വേണം അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത്തിരി ഉപ്പും പുളിയും കൂടി ഇട്ടിട്ട് വേണം നല്ലോണം ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ അതേ എല്ലാം റെഡിയാക്കി ഞാനെല്ലാം വെച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് നല്ലോണം, ആദ്യം മുളകാണ് ഇട്ട കേട്ടോ, നല്ലോണം പൊടിഞ്ഞ് കിട്ടാനായിട്ട്. അങ്ങനെ നല്ലോണം അത് നല്ലോണം പൊടിച്ചെടുത്തു. എന്നിട്ടും അതിൻ്റെയൊക്കെ ഉള്ളിയും ഇത്തിരി ഉപ്പും നമ്മുടെ പുളിയും കൂടി ഇട്ട് കേട്ടോ. വാളംപുളിയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്തു കേട്ടോ. എന്നിട്ട് ഇതേ നല്ല സൂപ്പറായിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. സൂപ്പറായിട്ട്